യുവാവിന്റെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസ് കോഴിക്കോട് കസബ പോലീസാണ് കേസെടുത്തത്. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് 2012 പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം യുവാവിന്റെ മൊഴിയെടുത്തിരുന്നു. എ.കെ. ലതീഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. ലതീഷ്, ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ മാലൂർ AR ക്യാമ്പിൽ ചെന്ന് മൊഴി നൽകിയതാണ് ഈ യുവാവ്. ഇന്ന് കസബ പോലീസ് കേസെടുത്തിരിക്കുന്നു. എന്താണ് പ്രധാനമായും ഈ പരാതിയിൽ യുവാവ് ഉന്നയിക്കുന്നത്? വിനിഷ, 2012 ഇത്തരമൊരു സംഭവം നടന്നതെന്നാണ് യുവാവിൻ്റെ പരാതി. മാങ്കാവ് സ്വദേശിയായ യുവാവാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരം വെളിപ്പെടുത്തൽ നടത്തിയത്. തന്നെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി 2012 പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നും തൻ്റെ നഗ്നചിത്രം ഫോണിലെടുത്ത ശേഷം അത് മറ്റ് ആളുകൾക്ക് അയച്ചു നൽകിയെന്നുമാണ് യുവാവിൻ്റെ പരാതി. ഈ പരാതിയിൽ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട് മാലൂർക്കുന്ന് AR ക്യാമ്പിലെത്തി യുവാവിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ കോഴിക്കോട് കസബ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. IPC 377 വകുപ്പ് പ്രകാരം പ്രകൃതി വിരുദ്ധ പീഡനത്തിനാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒപ്പം IT ആക്ട് പ്രകാരം നഗ്നചിത്രം പകർത്തുകയും അത് ഫോണിൽ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തതിന് IT ആക്ട് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. ഈ കേസ് സ്വാഭാവികമായും ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്ന നടപടിയാവും ഉണ്ടാവുക. ഇന്നലെ യുവാവിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് ഈ പരാതിയിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതും. വിനിഷ, ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാണോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, IPC 377 പ്രകാരമാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇത് പ്രകൃതി വിരുദ്ധ പീഡനവുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. ഒപ്പം നഗ്നചിത്രം ഫോണിൽ പകർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നതിന് IT ആക്ട് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. ഈ രണ്ടും ഈ യുവാവിൻ്റെ മാങ്കാവ് സ്വദേശിയായ യുവാവിൻ്റെ പരാതിയിലാണ് കോഴിക്കോട് കസബ പോലീസ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ശരി ലതീഷ്, ഇന്നലെ മാലൂർ കുന്നിലെ AR ക്യാമ്പിൽ മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റ് കൂടെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ നേരിട്ടെത്തി പരാതി മൊഴി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടി, കാരണം ഇതിൽ കേസെടുത്തിട്ടുണ്ടോ, കേസെടുക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള റെഫറൻസ് ഈ പ്രത്യേക അന്വേഷണ സംഘം പോലീസിന് നൽകിയിട്ടുണ്ടോ? അത്തരത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റും ഇത്തരത്തിൽ 2 പേർക്കെതിരെയാണ് പ്രധാനമായും അവർ പരാതി നൽകിയത്. സുധീഷ്, അതേപോലെ തന്നെ ഇടവേള ബാബു. ഇവർക്കെതിരെ ഉള്ള പരാതിയിലും ഇതേ സംഘം തന്നെ, കോഴിക്കോടെത്തിയ പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇന്നലെ ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഇത് നടക്കാവ് പോലീസിന്റെ പരിഗണനയിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വൈകാതെ ഇതിലും കേസെടുക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഇന്നലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാങ്കാവ് സ്വദേശിയായ യുവാവിൽ നിന്നും ഈ ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോടെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് രഞ്ജിത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ പരാതിയിൽ കേസെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിനിഷ. ശരി, A.K. ലതീഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തു. കസബ പോലീസാണ് കേസെടുത്തത്. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് 2012 പീഡനത്തിന് ഇരയാക്കിയെന്നാണ് യുവാവിന്റെ പരാതി. ഇതേ പരാതി ഇന്നലെ യുവാവ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ പരാതിയായി മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടിയെന്ന നിലയിൽ കസബ പോലീസ് ഇന്ന് രഞ്ജിത്തിനെതിരെ യുവാവിന്റെ പരാതിയിൽ കേസെടുത്തത്. A.K. ലതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.